ഓസ്ട്രേലിയ, അവിടെ എല്ലാ ജനങ്ങൾക്കും പെൻഷനുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്നവരാണേലും ഇല്ലാത്തവരാണേലും ജീവിതത്തിൽ ഒരിക്കലും ജോലി ഇല്ലാത്തവർക്ക് കിട്ടും. ജോലി ഇല്ലാത്തവർക്കും കിട്ടും. ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ മുങ്ങിമരണം ഉണ്ടായിരിക്കുന്ന ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള കുട്ടികളാണ്. അവിടെ ചെറിയ ക്ലാസ്സുകൾ മുതൽ സ്വിമ്മിങ് കമ്പൽസറി ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവർ പേരൻസിനൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ അവർ വീടിന്റെ വാടക കൊടുക്കുന്നുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോൺ എടുത്ത് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. പക്ഷെ ഓസ്ട്രേലിയൻ രീതി അനുസരിച്ച് മക്കൾക്ക് വേണ്ടി ഒരിക്കലും നിങ്ങൾ പൈസ മുടക്കേണ്ടതായിട്ട് വരുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ പോയി അല്ലെങ്കിൽ ഇന്ന അയൽവാസി പോയി എന്ന് കണ്ടുകൊണ്ട് ഒരിക്കലും ലോൺ എടുത്ത് നിങ്ങൾ അവിടെ പോയി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ജോലി ഇല്ലാതെ ഒരു ദിവസം നമുക്കവിടെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഏജന്റുമാരുടെ വാഗ്ദാനങ്ങളിൽ പെട്ടുപോയത്. ഓസ്ട്രേലിയൻ വിസ ലഭിക്കാനായിട്ട് നിങ്ങളൊരു ഏജൻസി ത്രൂ അപ്ലൈ ചെയ്യാൻ നിർബന്ധമില്ല. ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ടോണി തോമസ് ഓസ്ട്രേലിയൻ കൗൺസിലറാണ്. വെൽക്കം ടു ABC Talks. This video is powered by ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറി. താങ്ക് യു. ഹായ് ടോണി. ഹലോ. കൗൺസിലർ ടോണി. അതെ. Hi, Tony Thomas of 202 Keyboard Aristate, WA. I am being elected to the office of Councillor of the City of Amraya. കൗൺസിലർ എന്ന് പറയുമ്പോൾ ടോണിയെ ഗവൺമെന്റ് പ്രതിനിധി എന്ന് പറയാം. അതെ, അവിടുത്തെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട ഒരു കൗൺസിലാണ് ആർമഡെയിൽ കൗൺസിൽ. ആർമഡെയിൽ 6 സൈലന്റ് ആയിട്ട് ആർമഡെയിൽ എന്നാണ് നമ്മൾ പറയുന്നത്. അവിടെ ഏകദേശം ഒരു 610 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു കൗൺസിലാണ്. വലിയൊരു ഏരിയ ആണ്. ആ കൗൺസിലറുകളാണ് ഞാൻ. കഴിഞ്ഞ വർഷമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. നല്ല ഭൂരിപക്ഷത്തിൽ ജനറൽ ഇലക്ഷനാണ്. നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ നടക്കുന്ന ഇലക്ഷനിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏത് പാർട്ടിയാണ്? പാർട്ടി ജനറൽ ഈ കൗൺസിൽ ഇലക്ഷന് മാത്രം നമ്മൾ പാർട്ടി ഉപയോഗിക്കില്ല. അവിടെ സ്റ്റേറ്റ് ഇലക്ഷനിലും അതുപോലെ ഫെഡറൽ ഇലക്ഷൻ മാത്രമാണ് പൊളിറ്റിക്കൽ. നമുക്ക് രാഷ്ട്രീയം ഉണ്ടാകാം, പക്ഷെ നമുക്ക് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ലോക്കൽ ഇലക്ഷൻ മത്സരിക്കാൻ സാധിക്കില്ല. നമ്മൾ കാരണം ലോക്കൽ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അത് ജനങ്ങളെ രാഷ്ട്രീയം നോക്കി നമ്മൾ വേർതിരിച്ച് കാണാൻ പാടില്ല എന്നൊരു നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാഷ്ട്രീയം അവിടെ ലോക്കൽ ഇലക്ഷനിൽ ഉപയോഗിക്കാൻ പാടില്ല. എങ്ങനെ ഒപ്പിച്ചു ഇത്? സാധാരണ ഒരു മലയാളി അവിടെ ഇങ്ങനെ പോയി മൈഗ്രേറ്റ് ചെയ്ത് അവിടെ ഒരു കൗൺസിലറൊക്കെ ആവുകയെന്ന് പറഞ്ഞാൽ അതെങ്ങനെ? ആ ചോദ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് എനിക്ക് പണ്ട് മുതലേ രാഷ്ട്രീയം താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. രാഷ്ട്രീയത്തിലുപരി പൊതുപ്രവർത്തനം. ഞാൻ കോളേജ് രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിരുന്നു. ഇവിടെ പഠിച്ചത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ NSS കോളേജിലാണ്. രാഷ്ട്രീയത്തിൽ അന്ന് കോളേജ് രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ആക്റ്റീവായിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ 8 വർഷം UK-യിലായിരുന്നു. UK-യിൽ 8 വർഷത്തിന് ശേഷമാണ് ഓസ്ട്രേലിയയിലേക്ക് ഞാൻ മൂവ് ചെയ്തത്. ഓസ്ട്രേലിയയിൽ ചെന്നപ്പോൾ തന്നെ ഈ പൊതുപ്രവർത്തനത്തിന് ഒരുപാട് സാധ്യതകളുള്ള മേഖലയാണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വളരെ വലിയൊരു കമ്മ്യൂണിറ്റി അവിടെയുണ്ട്. അവരുടെ ഒരുപാട് ആവശ്യങ്ങൾ, അതുപോലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി മാത്രമല്ല അവിടുത്തെ പൊതുപ്രവർത്തന മേഖല ഒരുപാട് വൈഡാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം അവിടെയുണ്ട്. നമ്മളൊരു രാഷ്ട്രീയ പ്രവർത്തനം അല്ല, ഒരു പൊതുപ്രവർത്തനം എന്നാണ് അതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ഇവിടുത്തെ രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയമായിട്ട് ഓസ്ട്രേലിയ ചെന്നൊരു കാര്യമില്ല. അവിടുത്തെ ആളുകൾക്കിടയിൽ പ്രവർത്തിക്കുന്നെങ്കിൽ നമ്മൾ അവിടുത്തെ രാഷ്ട്രീയ മേഖലയിൽ ഇറങ്ങണം. അവിടുത്തെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ആളുകളുടെ ജീവിതചര്യ മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്ന് തോന്നിയപ്പോൾ തീർച്ചയായിട്ടും അതിന് ഏറ്റവും പറ്റിയൊരു മേഖല ഇതാണെന്ന് മനസ്സിലാക്കിയതിലേക്ക് ഇറങ്ങാൻ ഉണ്ടായത്. ഈ ടോണി നമ്മൾ പരിചയപ്പെട്ടപ്പോൾ, ടോണി ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അതിനകത്തൊരു ചെറിയ ദുഷ്ടലാക്കുണ്ടെന്ന് പറയാം. അതായത് ഇപ്പോൾ ഓസ്ട്രേലിയ, ഇവിടുന്ന് ഒരുപാട് കുട്ടികൾ പഠിക്കാനും ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ കുടുംബങ്ങൾ മൈഗ്രേറ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. ഈ മൈഗ്രേഷനും പഠനവും ഒക്കെ ഒരുപാട് ആശങ്കകൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിനെപ്പറ്റി ചില കാര്യങ്ങൾ അൺബയസ്ഡായി നമ്മൾ മറ്റൊരു പ്രസ്ഥാനത്തിൻ്റെ ആളെയോ അല്ലെങ്കിൽ ഒരു റിക്രൂട്ട്മെന്റിന് ചുമതല വഹിക്കുന്ന ആളെ നമ്മൾ സംസാരിക്കുമ്പോൾ എവിടെയെങ്കിലും അത് ബയസ്ഡ് അല്ലെങ്കിൽ പോലും ബയസ്ഡ് ആണെന്ന് തോന്നാൻ സാധ്യത. തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം, ഒരുപാട് മലയാളികൾ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അവർക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്നുള്ളതാണ് അങ്ങനെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം. ഈ ഓസ്ട്രേലിയ പഠിക്കാൻ നല്ല സ്ഥലമാണോ? ഓസ്ട്രേലിയ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് സാധ്യതകളുള്ളൊരു രാജ്യമാണ്. കാരണം നിങ്ങൾക്കറിയാം, നമ്മുടെ ഇന്ത്യയെക്കാളും വലിയൊരു രാജ്യമാണ്. പക്ഷേ കേരളത്തെക്കാൾ താഴെയാണ് അവിടുത്തെ ജനപ്പെരുപ്പം. പക്ഷെ ഒരുപാട് മേഖലകൾ ഇനിയും ഡെവലപ്പ് ആകാനുണ്ട്. പക്ഷെ ഒരുപാട് സാധ്യതകൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ മൈനിങ്
നമുക്കറിയാം ഓസ്ട്രേലിയയിൽ നിന്ന് മൈൻ ചെയ്തെടുക്കുന്ന സ്വർണം, അതുപോലെ അലുമിനിയം, നിക്കൽ, ഇതൊക്കെ ആ രാജ്യത്തിൻ്റെ ബഡ്ജറ്റ് നമുക്കറിയാം. അതോടൊപ്പം തന്നെ നമ്മൾ മൈഗ്രേഷൻ ഒരുപാട് സാധ്യതകളുണ്ട്. ഒരുപാട് ആളുകൾ ലോകത്തിൽ നിന്ന് ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും ആളുകൾ അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ 67 രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. ഞാൻ എന്നോട് അടുത്ത പ്രിൻസിപ്പളായിട്ട് സംസാരിക്കാനിടയായപ്പോൾ അവർ പറഞ്ഞത് 67 ഭാഷ സംസാരിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണത്. അപ്പോൾ അത് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ രാജ്യത്തിൽ ഒരു മൾട്ടി കൾച്ചറൽ രാജ്യമാണ്. മൾട്ടി കൾച്ചറൽസിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ പഠിക്കാനായിട്ട് വരുന്ന കുട്ടികൾ, നമ്മൾ 2 മേഖലകൾ, ഒന്ന് അവരെന്തുകൊണ്ടാണ് അവിടെ വരുന്നത് എന്ന് അവർ ചിന്തിക്കണം. അവിടെ വന്ന് പഠനം കഴിഞ്ഞ് തിരിച്ചു വരാനാണോ അതോ അവിടെ സെറ്റിൽ ആകാനാണോ എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരിക്കണം. കാരണം അവിടെ വരുന്ന സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന ആളുകളെ ആ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടിൽ അവരവിടെ സെറ്റിൽ ആകണം, അല്ലെ അവർക്ക് അവിടുന്ന് തുടർന്ന് ജീവിക്കാനുള്ള സാഹചര്യം ഗവൺമെൻറ് ഒരിക്കലും ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ഏജൻറ്റുമാരാണ്, അല്ലെങ്കിൽ എല്ലാ ഏജൻറ്റുമാരും ഞാൻ പറയുന്നില്ല, ചില ആളുകൾ പറയുന്നത് ഓസ്ട്രേലിയയിൽ വൺസ് നിങ്ങൾ വന്ന് സ്റ്റുഡൻ്റ് ആയി കഴിഞ്ഞാൽ സ്റ്റേ ബാക്ക് കിട്ടും, അവിടെ പണിയെടുക്കാം, പഠിക്കുന്നതിൻ്റെ കൂടെ ജോലി ചെയ്യാം, അവിടെ നിങ്ങളുടെ ലൈഫ് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാന്നുള്ളത്. പക്ഷേ ഈ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യാം എന്നുള്ള അത് തന്നെ ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു സംവിധാനമാണ്. കാരണം ആ സിസ്റ്റം അവിടെ ഉണ്ട്. അത് ഓസ്ട്രേലിയൻ സ്റ്റുഡൻസിന് വേണ്ടി, അല്ലെങ്കിൽ ഓസ്ട്രേലിയക്കാരുടെ മക്കൾക്ക് വേണ്ടി അവിടെ പഠിക്കുന്ന 16 വയസ്സ് കഴിഞ്ഞ് ആർക്കും ജോലിക്ക് പോവാം. അവരെല്ലാം തന്നെ ഈ സ്റ്റുഡൻസ് എല്ലാവരും എന്ന് പറഞ്ഞാൽ 90% ആളുകളും ജോലിക്ക് പോകും. എന്നിട്ട് അവരിപ്പോൾ ഞാനൊരു അതിശയകരമായൊരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാം. ഓസ്ട്രേലിയയിലെ മക്കൾ, അതായത് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരുടെ പേരൻസിനൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ അവർ വീടിൻ്റെ വാടക കൊടുക്കുന്നുണ്ട്. അതുപോലെ അവർ കഴിക്കുന്ന എല്ലാവരും അല്ല, ഭൂരിപക്ഷം ഓസ്ട്രേലിയക്കാരുടെ മക്കളും അവർ താമസിക്കുമ്പോൾ അവർ അതിന്റെ ഷെയർ അവർ കൊടുക്കും. ചെലവുകളുടെ ഒരു ഷെയർ അവർ ജോലിക്ക് പോയി അത് പഠിക്കുന്നതിനോടൊപ്പം സാധാരണ ഇതിൽ 18 വയസ്സ് കഴിയുമ്പോഴാണ് അവർ ജോലി. അപ്പോൾ അതായത് വാടകയായിട്ട് ഒരു തുക അവരുടെ പേരൻസിനൊരു ബാധ്യത ആകാതെ അവർ നോക്കും. മിക്കവാറും എല്ലാവരും അവിടുന്ന് വീട് വിട്ടു പോകുന്നില്ല. അവർ വീട് വിട്ടു പോകാം, അധികം പേര് തന്നെ വീട് വിട്ട് മാറും, അല്ലെങ്കിൽ പേരൻസിന്റെ കൂടെയാണ്, പേരൻസിന്റെ പ്രൈവസി അവർ മാനിച്ച് വീട് വിട്ടു പോകാം. പക്ഷെ ചില ആളുകൾ പേരൻസിനോട് കൂടെ താമസിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ പേരൻസ് മുടക്കുന്ന പൈസയുടെ ഒരു ഷെയർ, ഇപ്പോൾ ഫുഡിൻ്റെയോ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ ഒരു ഷെയർ അവർ പേരൻസായിട്ട് ഷെയർ ചെയ്യും. പഠിക്കുന്ന വിദ്യാർത്ഥികൾ ബഹുഭൂരിപക്ഷവും സതീഷിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നത് സതീഷിന്റെ മോന്റെ കയ്യിൽ നിന്ന് ഈ മാസം പോലും പിരിവെടുക്കാൻ അത് നല്ലൊരു സിസ്റ്റമാണ്. കാരണം 17 വയസ്സ് കഴിഞ്ഞു ഞാനത് മനസ്സിലാക്കിയിരുന്നു. കാരണം നമ്മൾ ഇവിടെ നമ്മുടെ രീതി അനുസരിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ അധികം ആളുകൾ ജീവിക്കുന്നത്. നല്ലൊരു കാര്യമാണ്. പക്ഷെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോൺ എടുത്ത് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. പക്ഷെ ഓസ്ട്രേലിയൻ രീതി അനുസരിച്ച് മക്കൾക്ക് വേണ്ടി ഒരിക്കലും നിങ്ങൾ പൈസ മുടക്കേണ്ടതായിട്ട് വരുന്നില്ല. അവരുടെ പൈസ കണ്ടെത്തുന്നു, അവർ ജോലിക്ക് പോകുന്നു, അവർ തന്നെ അവരുടെ ഫീസ് അടയ്ക്കുന്നു, അവർ തീരുമാനങ്ങൾ എടുക്കുന്നു, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വെസ്റ്റേൺ കമ്മ്യൂണിറ്റി ഏകദേശം അങ്ങനെ തന്നെയാണ്. അത് UK-ലും ഏകദേശം. UK-ലെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുകയാണെങ്കിൽ, ഞാൻ UK-ലായിരുന്നപ്പോൾ എൻ്റെ ജോലി സ്ഥലത്ത് ഒരു ദിവസം ഞാൻ ബ്രേക്കിൽ ഇരിക്കുമ്പോൾ ഒരു പെൺകുട്ടി പരിചയപ്പെടാനിടയായി. അവളുടെ പേര് ചോദിച്ചപ്പോൾ ആ പേര് സർനെയിം വളരെ ഫെമിലിയർ ആയിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ നിന്ന് ആ സർനെയിം എൻ്റെ GPയുടെ സർനെയിമാണ്. GP എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡോക്ടർ, നമ്മുടെ ഫാമിലി ഡോക്ടറുടെ സർനെയിമാണ്. അപ്പം ആ GP, ആ ഡോക്ടർ ആ ക്ലിനിക്കിൻ്റെ ഉടമയാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ അറിയപ്പെടുന്ന ഒരു വെൽ നോൺ ഡോക്ടറാണ്. അപ്പം ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, നീ ഈ ഡോക്ടറെ അറിയാം? അപ്പം ഉടനെ തന്നെ പറഞ്ഞു, ഇവളവിടെ ക്ലീനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാഷ്വൽ എന്ന് പറയും, അതായത് നമ്മുടെ ഒരു പാർട്ട് ടൈമും അല്ല, അതിലും ആവശ്യമുള്ളപ്പോൾ നമ്മൾ മാത്രം ജോലിക്ക് വിളിക്കുന്ന ആളെയാണ് കാഷ്വൽസ് എന്ന് വിളിക്കുക. അപ്പോൾ ആ ക്ലീനറായിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടിയുടെ പിതാവ് അവിടുത്തെ ഒരു അറിയപ്പെടുന്ന ഡോക്ടറാണ്. അപ്പോൾ ഞാൻ ഇവളോട് ചോദിച്ചു, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ അടുത്ത വർഷം നേഴ്സിങ്ങിന് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നാടിയായിട്ട് എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം, അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ജോലിക്ക് വന്നതാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ അത് വലിയൊരു ഞെട്ടലുള്ളതാക്കി. കാരണം നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് ഒരു ഡോക്ടറുടെ മകള് നേഴ്സിങ്ങിന് പോവുക എന്നുള്ളത് തന്നെ ഇവിടെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. തീർച്ചയായിട്ടും ഡോക്ടറുടെ മകള് എപ്പോഴും ഡോക്ടറായിട്ട് തന്നെയാണ്. രണ്ടാമത് അതൊരു ക്ലീനറായിട്ട് ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുക എന്നുള്ളത്, ക്ലീനിങ് എന്നുള്ളത് മോശം ജോലി ആയതുകൊണ്ടല്ല, പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതൊരു പുതുമയായിട്ട് എനിക്ക് തോന്നി. പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാക്കി, അവിടെയുള്ള ഏത് ഹയർ പൊസിഷൻ, ഈവൻ പ്രൈം മിനിസ്റ്ററുടെ മക്കൾ വരെ അവര് ജോലി ചെയ്താണ് അവരുടെ കാര്യങ്ങൾ നടത്തുന്നത്. ആരും സ്വന്തം മാതാപിതാക്കളെ ഒരു പരിധിയിൽ കൂടുതൽ ചില ആവശ്യങ്ങൾക്ക് അവർ അപ്രോച്ച് ചെയ്യുന്നുണ്ടാകാം. പക്ഷെ പൊതുവെ അവർ വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്.
അതേപോലെ തന്നെ മക്കൾ എന്ത് പഠിക്കണം എന്ന് അല്ലെങ്കിൽ അവര് എന്ത് ചെയ്യണം എന്ന് അവരാണ് ഡിസിഷൻ എടുക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കൊച്ചുമക്കളെ കെട്ടിച്ചു വിട്ടാൽ പോലും കൊച്ചുമക്കളെ കൂടെ പഠിപ്പിച്ച് വലുതാക്കി കല്യാണം തീർച്ചയായിട്ടും. അതെ അതെ, വളരെ ശരിയാണ്. ജോലിയുടെ പേരിലുള്ള വേർതിരിവ് അവിടെ ഇല്ല. അല്ലേ? ജോലിയുടെ പേരിൽ വേർതിരിവില്ലെന്ന് മാത്രമല്ല, നമ്മള് ഇപ്പൊ ജോലി സ്ഥലത്ത് ഇപ്പൊ ഞാനത് മറ്റൊരു ഉദാഹരണം പറയണേ. എനിക്ക് എൻ്റെ ഒരു അനുഭവം, ഞാൻ എൻ്റെ മാനേജറെ അവിടെ UK-യിലായിരുന്ന സമയത്ത് ആദ്യം തന്നെ അവരെ സാർ എന്ന് വിളിച്ചപ്പോൾ പുള്ളിക്ക് അത് വളരെ അസ്വസ്ഥത ഉളവാക്കിയായിട്ട് മനസ്സിലാക്കി. കാരണം അവിടെ നമ്മൾ സാറ് എന്ന് ആരെയും വിളിക്കാറില്ല. അവിടെ സാർ എന്ന ഒരു പൊസിഷനാണ്, ആ പദവി ഉള്ളവരെ മാത്രമാണ് നമ്മൾ സാറിന് അഭിസംബോധന ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മുടെ മാനേജറാകട്ടെ, നമ്മളെക്കാളും ഉയർന്ന ലെവലുള്ള ആകട്ടെ, അവരെല്ലാം നമ്മൾ സംസാരത്തിൽ അമിത ബഹുമാനം കാണിക്കേണ്ട യാതൊരു ആവശ്യകതയില്ല. നമുക്ക് അവരോട് തികച്ചും നമ്മളുടെ ഒരു എന്താ പറയുക സുഹൃത്തിനോട്, അല്ലെങ്കിൽ ശരിയാണ് അവർ നമ്മളെക്കാളും അവരുടെ കമാൻഡുകൾ അല്ലെ അവരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. പക്ഷെ അവരെ നമ്മൾ അമിതമായിട്ട് ബഹുമാനിക്കേണ്ടതോ അവരെ നമ്മൾ വേറെ രീതിയിൽ ഒന്നും അവർക്ക് വേണ്ടി അവർ വരുമ്പോൾ എണീറ്റ് നിൽക്കുവോ അങ്ങനെയുള്ള യാതൊരു രീതികളും അവിടെ ഇല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് എന്തോ ഒരു മോശം ചെയ്ത പോലെയാണ്. അവിടെ നിന്നല്ല, ഓസ്ട്രേലിയയിലും UK-യിലും എനിക്ക് തോന്നുന്ന മറ്റ് വെസ്റ്റേൺ കൺട്രീസിലെ ഒരു രീതി അതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇന്ത്യൻ കിഡ്സ് ഓസ്ട്രേലിയയിലേക്ക് വരുന്ന അവരുടെ ഒരു പ്രശ്നത്തെ പറ്റിയാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഇന്ത്യൻ കിഡ്സ് ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ സ്റ്റഡിയുടെ ഒപ്പം തന്നെ വർക്ക് ചെയ്യാം എന്നുള്ളൊരു നിയമം വന്നത് ഇങ്ങനെ ഒരു ബേസിസിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം അവർക്ക് വർക്ക് ചെയ്താൽ മാത്രമേ അവരുടെ ബില്ല് പേ ചെയ്യാനുള്ള ഒരു സാഹചര്യമുള്ളൂ. അല്ലാതെ ഈ വർക്ക് ചെയ്യുന്ന പൈസ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടിയാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. അല്ല, ജോലി കിട്ടും, പക്ഷേ ജോലി ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. ഒരു വ്യക്തിക്ക്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 16 മണിക്കൂറോ മറ്റോ ആണ് ഒരാഴ്ച. അത് കറക്റ്റാണോ എൻ്റെ ഓർമ്മയിൽ കിട്ടുന്നില്ല. പക്ഷെ അതിൽ കൂടുതൽ ജോലി ചെയ്യാൻ പാടില്ല. അവിടുത്തെ അവൻ്റെ ചിലവുകളൊക്കെ നടക്കും. അവിടുത്തെ ചിലവുകൾ അത്യാവശ്യം നമുക്ക് ജസ്റ്റ് മീറ്റ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. കാരണം ഈ അടുത്ത കോവിഡിന് ശേഷം ചിലവുകൾ വളരെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് റൂം റെന്റ് ഇപ്പം നമുക്ക് ഒരു സാധാരണ ഒരു വീടിന് അവിടെ ഒരു $500 മിനിമം പെർ വീക്ക്. ഒരു വളരെ ചെറിയൊരു വീടാണ് ഇപ്പം സംസാരിക്കുന്നത്. ഒരു നല്ല വീട്, ആവറേജ് 3/2 ബെഡ് വീട് കിട്ടണമെങ്കിൽ നമ്മളൊരു $800 അല്ലെങ്കിൽ ഒരു നിയർലി $1,000 ആഴ്ചയിൽ പേ ചെയ്യണം. അപ്പോൾ ഏകദേശം നമ്മുടെ 70,000 രൂപയ്ക്ക് തത്തുല്യമായ ഒരു തുക നമ്മൾ പേ ചെയ്യണം. എങ്കിൽ മാത്രമേ നല്ലൊരു വീട് നമുക്ക് അവിടെ വാടകയ്ക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ കാഴ്ചപ്പാടിൽ ഇവിടെ നിന്ന് അവിടെ വന്ന ആളുകൾ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു. സമ്പാദ്യം ശരിയാണ്, ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ലക്ഷങ്ങളുണ്ട്. പക്ഷേ ആ തുക അവിടെ തന്നെ ചിലവഴിക്കാനേ നമുക്കുള്ളൂ. നമ്മൾ നല്ലവണ്ണം ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ ബാക്കിയൊന്നും ഉണ്ടാകില്ല. കാരണം നമ്മൾ ഈ ഉണ്ടാക്കുന്ന പൈസയുടെ 30% മുതൽ ഗവൺമെന്റ് ടാക്സ് ആയിട്ട് മേടിച്ചിട്ടേ നമുക്ക് തിരിച്ചു തരുള്ളൂ, നമ്മുടെ കയ്യിലേക്ക് തരുള്ളൂ. പിന്നെ മറ്റ് ചെലവുകൾ നമ്മൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ സ്റ്റുഡൻസിന് ഉൾപ്പെടെ ടാക്സ് ബാധകമാണ്. സ്റ്റുഡൻസിന് എക്സംഷൻസ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്റ്റിൽ ടാക്സബിൾ ആണ്, പക്ഷേ എക്സംഷൻസ് ഉണ്ട് എന്നാണ് എൻ്റെ അറിവ്. പക്ഷേ നമ്മളുടെ കയ്യിൽ വരുന്ന പൈസ ഇപ്പോൾ ഒരു ഫുൾ ടൈം എംപ്ലോയി ചെയ്താൽ നമ്മുടെ $1,000 ഉണ്ടാക്കുമ്പോൾ അതിൽ $300 മിനിമം ഗവൺമെന്റ് ടാക്സ് ആയിട്ട് കട്ട് ചെയ്യും. അതിനുശേഷം മാത്രമേ നമുക്ക് ബാക്കി കയ്യിലേക്ക് കിട്ടുള്ളൂ. അപ്പം തോമസ് സാറിന്റെ അഭിപ്രായത്തിൽ സ്റ്റുഡൻസ് ആയിട്ട് പോകുന്നതാണോ നല്ലത്, അഥവാ അല്ലെങ്കിൽ ജോലിയായിട്ട് മൈഗ്രേറ്റ് ചെയ്യണോ നല്ലത്? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണത്. നിങ്ങൾക്ക് നല്ലൊരു വിഷൻ ഉണ്ട്, നിങ്ങൾ നല്ലൊരു, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു മാസ്റ്റർ ഡിഗ്രിയാണ് എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളൊരു ആ ഓസ്ട്രേലിയയുടെയോ അല്ലെങ്കിൽ UK-യുടെയോ അവിടുത്തെ ഒരു ആ രാജ്യം കാണാൻ ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ ജീവിത രീതി കാണാൻ വേണ്ടി പോകുന്ന ആളുകളെ ഞാൻ ഒരിക്കലും എൻകറേജ് ചെയ്യില്ല. കാരണം അവിടെ നിങ്ങൾ ഒരു സീരിയസ് ആയിട്ട് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പോയി നിങ്ങൾക്ക് സത്യം പറയാൻ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. എപ്പോഴും ഒരു വിഷൻ ഉണ്ടായിരിക്കണം. ആ വിഷന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾ പോയി അല്ലെങ്കിൽ ഇന്ന അയൽവാസി പോയി എന്ന് കണ്ടുകൊണ്ട് ഒരിക്കലും ലോൺ എടുത്ത് നിങ്ങൾ അവിടെ പോയി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള ഏജന്റുമാരുടെ വാഗ്ദാനങ്ങളിൽ പെട്ടുപോകരുത്. ഓസ്ട്രേലിയൻ വിസ ലഭിക്കാനായിട്ട് നിങ്ങളൊരു ഏജൻസി ത്രൂ അപ്ലൈ ചെയ്യണം നിർബന്ധമില്ല. ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ immi.gov.au വഴിയായി ഡയറക്റ്റായി നിങ്ങൾക്ക് വിസ അപ്ലൈ ചെയ്യാവുന്നതാണ്. അവിടെ പോയി നിങ്ങൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കണമെങ്കിൽ ജോലി വേണം. ജോലി ഇല്ലാതെ ഒരു ദിവസം നമുക്കവിടെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഒരു ദിവസം റെൻറ്റ് അടയ്ക്കുന്നത് മുടങ്ങിക്കഴിഞ്ഞാൽ, ഒറ്റ ദിവസം മുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ലെറ്റർ വരും. ഒരാഴ്ച കൂടുതൽ ആ വീട്ടിൽ താമസിക്കാൻ സാധിക്കില്ല. നമ്മുടെ ഈ നാട്ടിലെ പോലെ നമുക്ക് എക്സ്ക്യൂസുകൾ പറയാൻ പറ്റില്ല. അവിടെ ഒരുപാട് നിയമ നടപടികൾ അവരെടുക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം. ഓസ്ട്രേലിയ വരുന്നത് നല്ലതാണ്. ഒരുപാട് സാധ്യതകളും ഒരുപാട് പഠിക്കാനൊക്കെയുള്ള ഒരു മേഖലകളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഒരുപാട് റിസർച്ച് ചെയ്ത് നിങ്ങളൊരു സീരിയസ് ആയ തീരുമാനമാണ് എടുക്കുന്നത്
ഇത് ഒരുപാട് തുക ചിലവുള്ള കാര്യമാണെന്നൊക്കെ മനസ്സിലാക്കി അതുപോലെ വരുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, വരാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ കുറച്ച് മനസ്സിലാക്കണം. കാരണം നമ്മുടെ ഒരു കൾച്ചറിൽ നിന്ന് തികച്ചും വിഭിന്നമായൊരു നാടാണത്. അവിടെ വന്നു കഴിയുമ്പോൾ ഓസ്ട്രേലിയ നിങ്ങൾക്കറിയാം ഒരുപാട് ബീച്ചുകളുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ബീച്ചുകളിൽ നമ്മുടെ കുട്ടികളൊക്കെ പോയിട്ട്, ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ സ്റ്റഡി അനുസരിച്ച് ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ മുങ്ങിമരണം ഉണ്ടായിരിക്കുന്ന ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള കുട്ടികളാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ സ്വിമ്മിങ് കമ്പൽസറി ആയിട്ട് പഠിപ്പിക്കുന്നില്ല സ്കൂളുകളിൽ. അവിടെ ചെറിയ ക്ലാസ്സുകൾ മുതൽ സ്വിമ്മിങ് കമ്പൽസറി ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ വളരെ ചെറിയ കുട്ടികളെ മുതൽ ഈ ബീച്ചുകളിൽ കൊണ്ട് അവരുടെ പേരൻസ് സ്വിമ്മിങ് അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളുകളിൽ കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർ വെൽ ട്രെയിൻഡ് ആണ്, വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ അവർ ചെയ്യുന്ന പോലെ കടലിൽ ചാടുന്ന പോലെ കണ്ട് നമ്മുടെ ഇന്ത്യൻ കുട്ടികൾ, അല്ലെ ഇന്ത്യൻസ് മാത്രമല്ല ഏഷ്യൻസ് ആണ് ഇതിനൊക്കെ അങ്ങനെയാണ് ആ കാറ്റഗറിയിലാണ് പറയുന്നത്. അപ്പോൾ അവർ പോയി അപകടങ്ങൾ വിളിച്ചു വരുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായി. ഈ വർഷം കൂടി ഞാൻ അറിയുന്ന ഒരു അപകടം ഞാൻ അവിടെ ഉണ്ടായതായിട്ട് അറിയാം. അതുപോലെ നമുക്ക് മറ്റു അപകടങ്ങൾ, ഡ്രൈവിങ്, നമ്മൾ അവിടെ പോയിട്ട് നമ്മുടെ രീതിയിലുള്ള ഡ്രൈവിങ് അവിടെ ഒരിക്കലും ഫോളോ ചെയ്യരുത്. ഇന്ത്യൻ നിയമങ്ങളാണ് അവിടെയും ഏകദേശം എല്ലാം തന്നെ, പക്ഷേ ഡ്രൈവിംഗ് സ്റ്റൈൽ വ്യത്യാസമാണ്. നമ്മൾ ഇവിടെ ഡ്രൈവ് ചെയ്യുന്ന പോലെ അവിടെ ഡ്രൈവ് ചെയ്താൽ തീർച്ചയായിട്ടും അപകടത്തിൽപ്പെടും. അതുകൊണ്ട് വളരെ ലൈസൻസ് എടുക്കണ്ടേ അവിടെ? ലൈസൻസ് എടുക്കണം, പക്ഷേ ഇന്റർനാഷണൽ ലൈസൻസ് ഉപയോഗിച്ച് നമുക്ക് ഡ്രൈവ് ചെയ്യാം. പക്ഷേ ഡ്രൈവിംഗ് റൂൾസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ അത് നമുക്ക് ഫൈൻ കിട്ടുമെന്ന് മാത്രമല്ല, അത് ഒരുപാട് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നുണ്ട്. അത് ഓസ്ട്രേലിയക്കാർക്കിടയിൽ തന്നെ അത് ഈ ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഇന്ത്യൻ ഡ്രൈവേഴ്സിന് ഒരു ചീത്തപ്പേര്, കാരണം ഇതിൽ ഒരുപാട് അപകടങ്ങൾ പെടുന്നുകൊണ്ടും അത് മാത്രമല്ല ഒരുപാട് അപകടങ്ങൾക്ക് കാരണമാകുന്നതുകൊണ്ടും അങ്ങനെ ഒരു ചീത്തപ്പേര് ഉണ്ടായിട്ടുണ്ട്. ഈ ഇന്ത്യൻ ഡ്രൈവേഴ്സിന് ആരെങ്കിലും കള്ളു കുടിച്ച് പിടിച്ചിട്ടുണ്ടോ? കള്ളു കുടിച്ച് പിടിക്കുന്നതിലുപരി വലിയ അപകടങ്ങൾ, പ്രത്യേകിച്ച് ട്രക്ക് റീസെൻ്റ്ലി ഒരു വലിയൊരു അപകടം ഉണ്ടായത് ഒരു ഇന്ത്യൻ ഡ്രൈവറായിരുന്നു. അപ്പോൾ അതിനെതിരെ ഭയങ്കര ഒരു ജനവികാരം ഉണ്ടാകുന്ന ഒരു, പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യക്കാർക്ക് മാത്രമല്ല ഒരു മൈഗ്രേഷനെതിരായിട്ടൊരു ജനവികാരം പൊതുവേ ഉണ്ട്. അപ്പം ഈ ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ അങ്ങനെ ഒരു ജനവികാരം ഉണ്ടായ ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. താങ്കൾ മൈഗ്രേറ്റ് ചെയ്ത് ഏകദേശം 12 വർഷത്തോളം. 12 വർഷം മേലെയായി. ഈ മൈഗ്രേഷൻ എന്നുള്ള തീരുമാനം ശരിക്കും ഒരു ആരോഗ്യകരമായ തീരുമാനമാണോ? എന്താണ് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ? അതിനെപ്പറ്റി ഒന്ന് വിശകലനം ചെയ്ത് പറയാം. മൈഗ്രേഷനെ പറ്റി പറയുമ്പോൾ അതിന് 2 വശങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ട്, അതൊരു ഫാക്റ്റാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പുതിയ പല മേഖലകളും കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ആ രാജ്യത്തിൻ്റെതായ ചില അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള ഗുണങ്ങൾ, അതുപോലെ ട്രാഫിക് ഇല്ല, അതുപോലെ പ്രകൃതിയുടെ കുറേ അനുഗ്രഹങ്ങൾ ആ നാടിനുണ്ട്. നമ്മുടെ നാട്ടിലില്ലെന്നല്ല, പക്ഷെ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ മിസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പേരൻസ്, നമ്മുടെ ബന്ധുജനങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ അത് ഒരു എനിക്കത് വ്യക്തിപരമായിട്ടുള്ളൊരു തീരുമാനമാണ്. ഓരോരുത്തരും അതിൻ്റെ 2 വശങ്ങൾ എന്നെ സംബന്ധിച്ച് ഞാൻ 6 മാസം കൂടുമ്പോൾ, എല്ലാ വർഷവും 6 മാസം കൂടുമ്പോൾ ഇവിടെ വന്ന് മാതാപിതാക്കളെ കാണുന്ന ഒരു രീതിയാണ് ഞാൻ പുലർത്തി പോകുന്നത്. അത് എല്ലാവർക്കും സാധ്യമാണെന്നില്ല, പക്ഷേ അത് എന്നെ സംബന്ധിച്ച് വളരെ, കാരണം ഞാൻ ഒറ്റ മകനാണ്. അപ്പോൾ എൻ്റെ ഫാദർ കഴിഞ്ഞ വർഷം മരണപ്പെട്ടു. ഓസ്ട്രേലിയയുടെ ഒരു നന്മ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ നമുക്ക് പേരൻസിനെ സ്ഥിരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങളുടെ 2 പേരും, ഞാനും എൻ്റെ സിസ്റ്റർ ഓസ്ട്രേലിയ ഉള്ളു. അപ്പം പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് എൻ്റെ പേരൻസിനെ ഓസ്ട്രേലിയയിലേക്ക് സ്ഥിരമായിട്ട് കൊണ്ട് താമസിപ്പിക്കാം. എന്നിരുന്നാലും കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫുഡ്, അതുപോലെ നമ്മുടെ നാട്, തീർച്ചയായിട്ടും നമ്മൾ ജനിച്ചു വളർന്ന നാട് എപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടതാണ്, അത് മിസ് ചെയ്യും. പക്ഷേ ഓസ്ട്രേലിയയിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് നന്മകൾ ആ നാടിനുമുണ്ട്. ആ നാടിൻ്റെ സിവിക് സെൻസ്, നാട്ടിലെ റോഡുകൾ, അവിടുത്തെ പൊളിറ്റിക്സ് എല്ലാം നമുക്ക്, അവിടുത്തെ പൊളിറ്റിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കുറച്ചു മുമ്പേ സൂചിപ്പിച്ച പോലെ ഈക്വാലിറ്റി, നമുക്ക് ഏത് മേഖലയിലാണ് നമ്മൾ ജോലി ചെയ്യുന്നെങ്കിലും നമ്മളെ അവർ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നു, നമ്മളെ അവർ ലിസൺ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളവിടെ ഒരു ഡോക്ടറെ കാണാൻ പോവുക, ഒരു ക്ലിനിക്കിൽ, അവിടുത്തെ GP ക്ലിനിക്ക് എന്നാണ് അതിന് പറയുക. അവിടെ പോയി ഇരിക്കുമ്പോൾ നമ്മളെ ലേറ്റ് ആയാലും GP, അതായത് ഡോക്ടർ നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ വിളിച്ച് കൊണ്ടുപോവുക ചെയ്യുന്നത്, ഒരിക്കലും മറ്റൊരാളെ പറഞ്ഞു വിടുകയല്ല. അതുപോലെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ ലിസൺ ചെയ്ത് നമുക്ക് എന്ത് അഭിപ്രായം അവരോട് പറയാം. നമ്മൾ പറയുന്നത് മുഴുവൻ ലിസൺ ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ്. അതോടൊപ്പം തന്നെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ? അപ്പോയിൻമെന്റ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഈ അപ്പോയിൻമെന്റ് കിട്ടാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതിന് 2 രീതിയിലുണ്ട്. ഒന്ന്, എമർജൻസി ആണെങ്കിൽ നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ പോകാം.
അവിടെ എമർജൻസി കേസുകൾക്ക് മാത്രമേ നമ്മൾ ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ പോവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണാനാണ് പോവുക. അപ്പോൾ ഈ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണണമെങ്കിൽ GP നമ്മളെ റെഫർ ചെയ്യണം. GP എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലി ഡോക്ടർ പോലെയാണ്. അപ്പോൾ നമുക്ക് നിസ്സാരമായ അല്ലെങ്കിൽ സാധാരണഗതിയിലൊക്കെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ നേരിട്ട് പോകാറില്ല. GP ക്ലിനിക്കിൽ പോകും. ആ GP ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ, ഫാമിലി ഡോക്ടർ പോലെ നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ GP അറിഞ്ഞിരിക്കും. നമ്മുടെ ഹെൽത്ത് പരമായ കാര്യങ്ങളൊക്കെ GP ആയിട്ട് ഡിസ്കസ് ചെയ്യും. GP നമ്മളെ ആവശ്യമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും. അപ്പോൾ ഈ GP നമ്മളെ, ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ GP ആണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും ഈ ഡോക്ടർമാർ വന്ന് നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ പേര് വിളിച്ച് നമ്മളെ കൂട്ടിയാത്തേക്ക് കൊണ്ടുവന്നൊരു അത് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മളെ അവർ വില വെക്കുന്നു. അവിടുത്തെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സാമ്പത്തികം, ഇപ്പം ഓസ്ട്രേലിയൻ സിറ്റിസൺ ആയവർക്ക് അല്ലെങ്കിൽ PR ഉള്ളവർക്ക് മെഡിക്കെയർ, അതായത് ചികിത്സ ഫ്രീ ആണ്. അപ്പം നമ്മൾ അതിനെ ഓർത്ത് വറിയിടാണ്ട് ഒരു കാര്യമില്ല. അതോടൊപ്പം തന്നെ പെൻഷൻ സിസ്റ്റം, ഇപ്പം അവിടെ മൈഗ്രേറ്റ് ചെയ്തതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ ജനങ്ങൾക്കും പെൻഷനുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്നവരാണേലും ഇല്ലാത്തവരാണേലും അല്ലെങ്കിൽ എന്താണ് ജീവിതത്തിൽ ഒരിക്കലും ജോലി ഇല്ലാത്തവർക്ക് കിട്ടും, ജോലി ഇല്ലാത്തവർക്കും കിട്ടും. അതാണ് പറഞ്ഞത്, എല്ലാ ജനങ്ങൾക്കും അവർ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൻഷനുണ്ട്. ജോലി ഇല്ലാത്തവർക്ക് അതിനുള്ള അൺഎംപ്ലോയ്മെന്റ് അതിനുള്ള തുകകൾ കിട്ടും. അതുപോലെ തന്നെ ഡിസേബിൾ ആയ ആളുകൾക്ക് ഒരുപാട്, അതാണ് മറ്റൊരു കാര്യം, അവർക്ക് വേണ്ടി ഒരുപാട് ഫണ്ട് ഗവൺമെന്റ് മാറ്റി വെക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമായ സപ്പോർട്ട്, അവരെ പരമാവധി അവരുടെ നോർമൽ ലൈഫായിട്ട്, അവരെ മറ്റു ജനങ്ങളുമായിട്ട് ഇടപഴകി ജീവിക്കാനായിട്ട് ഒരുപാട് സംവിധാനങ്ങൾ, അവിടെയുള്ള എല്ലാ കടകളിലും തന്നെ നമുക്ക് വീൽ ചെയർ ആക്സസ് ഉണ്ടായിരിക്കണം. അതുപോലെ അവർക്ക് എല്ലാ മേഖലയിലും, ഇപ്പോൾ നമ്മൾ സോക്കർ കളിക്കാനാണേലും സോക്കർ കാണാനാണേലും അതേപോലെ സിനിമയ്ക്ക് പോകാനാണേലും എല്ലാ സ്ഥലത്തും അവർക്ക് പോകാം. അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ അവർക്ക് വേണ്ടി സ്ഥാപനങ്ങൾ, ഞാൻ ആദ്യം എൻ്റെ തുടക്കത്തിൽ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നപ്പം അവർക്ക് കിട്ടുന്ന പരിഗണന ശരിക്കും വളരെ വലുതാണ്. അത് ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ പൊതുജനത്തിന് ആരോഗ്യം അവരുടെ ആരോഗ്യം ഗവൺമെന്റ് വളരെ വലിയ വില കൊടുക്കുന്നുണ്ട്. എപ്പോൾ തന്നെ ആണെങ്കിലും നമുക്ക് ഒരു എമർജൻസി ഉണ്ടെങ്കിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാം, അപ്പോയിൻമെൻറ്റിന് ആവശ്യമില്ല. പക്ഷേ പൊതുവെ അപ്പോയിൻമെൻറ്റുകൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പൊളിറ്റിക്സും അവിടുത്തെ പൊളിറ്റിക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടാവും? അതിലിപ്പോൾ ഒരു മന്ത്രിയാവാനുള്ള സാധ്യതയുണ്ടോ? യെസ്, ഇവിടുത്തെ പൊളിറ്റിക്സുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. പൊളിറ്റിക്സ് ഒരിക്കലും അവിടെ ഒരു ഫുൾ ടൈം ജോബായിട്ട് അവരെടുക്കുന്നില്ല. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് വളരെ ചുരുക്കം ആളുകളെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നുള്ളൂ. കൗൺസിലർ എന്ത് ജോലി ചെയ്യണ? വേറെ കൗൺസിലറായിട്ട് എനിക്ക് ഞാൻ നേരത്തെ വർക്ക് ചെയ്ത ജോലി ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൗൺസിലറായിട്ട് ജോലി ചെയ്യുമ്പോൾ അവിടെ നിന്നുള്ള സാലറി എനിക്ക് കിട്ടും. അപ്പം നമുക്ക് മറ്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ പൊളിറ്റിക്സ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അതോടൊപ്പം തന്നെ ഈ പൊളിറ്റീഷ്യൻസിനെ നമ്മൾ ജനങ്ങൾ, പബ്ലിക്ക് ഒരിക്കലും ഒരു ഉന്നതനായ ഒരു വ്യക്തി അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക പ്രിവിലേജ് ഒന്നും അവിടെ കിട്ടുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു മിനിസ്റ്ററോ അല്ലെങ്കിൽ MPയോ ആരായിക്കോട്ടെ, നിങ്ങളെ ഒരു സാധാരണ വ്യക്തിയെ പോലെ മാത്രമേ ആരും പരിഗണിക്കൂ. നിങ്ങളൊരു സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങളുടെ സ്വന്തം വണ്ടി ഓടിച്ച് പോകണം. നിങ്ങൾക്ക് പ്രത്യേക ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഡ്രൈവറെ ഉപയോഗിക്കാം, എന്നല്ലാതെ പൊതുവെ നിങ്ങൾ സ്വന്തം വണ്ടി ഉപയോഗിച്ച് യാത്ര ചെയ്യണം. അതോടൊപ്പം തന്നെ പോലീസോ അല്ലെങ്കിൽ മറ്റു പരിവാരങ്ങളോ ഒന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകുകയില്ല. ഈവൻ ചീഫ് മിനിസ്റ്റർ ആണെങ്കിൽ തന്നെ ഈ പരിവാരങ്ങളൊന്നും നിങ്ങൾക്ക് കൂടെ ഉണ്ടാകുകയില്ല. അതുപോലെ ആളുകൾ നിങ്ങളെ അമിതമായിട്ട് ബഹുമാനിക്കുകയോ നിങ്ങളുടെ പുറകെ നടക്കുകയോ ഫോട്ടോ എടുക്കുകയോ അങ്ങനെയുള്ള യാതൊരു ഇടപാടുകളും അവിടെ ഇല്ല. അവർ സാധാരണ ഒരു വ്യക്തിയെ കാണുന്ന പോലെ തന്നെ, പ്രത്യേകിച്ച് നമ്മൾ ആളുകളെ ലിസൺ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ അത് നാളെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് നമ്മളൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആളുകളെ അടുത്ത് അങ്ങോട്ട് പോയി അവരോട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അതിന് നടപടികൾ എടുത്തില്ലെങ്കിൽ ഉടൻ തന്നെ വേറെ പ്രശ്നങ്ങളിലേക്ക് അത് പോകുന്നതാണ്. അപ്പം അതുകൊണ്ട് പൊളിറ്റിക്സ് വളരെ ഫെയർ ആണ്. പിന്നെ ഒരിക്കൽ പൊളിറ്റീഷ്യൻ ആയ ആൾ മറ്റു ജോലികളിലേക്ക് പോകുക അവിടെ സാധാരണമാണ്. ഇപ്പോൾ ഞങ്ങളുടെ അവിടെ തന്നെ സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റർ എന്നല്ല വിളിക്കുക, ഞങ്ങൾ പ്രീമിയർ എന്നാണ് വിളിക്കുക. അദ്ദേഹം ഒരു ടൈമായി, സെക്കൻഡ് ടൈമിൽ പകുതിയായപ്പോൾ പുള്ളി ജോബിനോടൊരു വിരക്തി തോന്നി, പുള്ളി റിസൈൻ ചെയ്തു. മറ്റൊരു റീസൺ ഒന്നുമില്ല, അദ്ദേഹം പറഞ്ഞു ഈ ജോബ് ഞാൻ മടുത്തു. അയാൾ മറ്റൊരു ജോലി ഫൈൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്സ് അവിടെയായിട്ട് വളരെ വിഭിന്നമാണ്. കാരണം നമ്മുടെ നാട്ടിൽ വൺസ് ഒരാൾ പൊളിറ്റീഷ്യൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മറ്റു മേഖലകളോ ജോലി ചെയ്യുന്നതിനോ സാധിക്കാറില്ല, അല്ലെങ്കിൽ അയാൾ ശ്രമിക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അവിടെ അങ്ങനെയല്ല. അവിടെ നമുക്ക് പാർട്ട് ടൈം, ഇപ്പം തന്നെ ഞങ്ങളുടെ അവിടുത്തെ മിനിസ്റ്റർ പുള്ളി റിസൈൻ ചെയ്തു. പുള്ളി, ഞാൻ കേട്ടത് പുള്ളിയുടെ ഫാമിലിയോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് പുള്ളി റിസൈൻ, വേറെ റീസൺ ഒന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ് അവിടെ ഉള്ളത്. ഈ അവിടെയും ഇതേപോലെ തന്നെ 3 ലെയർ സിസ്റ്റമാണോ? സ്റ്റേറ്റ്, ഫെഡറൽ ഗവൺമെൻറ്,
യെസ്, താഴെ ലോക്കൽ ലോക്കൽ ബോഡി. യെസ്, ഈ സെയിം സിസ്റ്റം. സെയിം സിസ്റ്റമാണ് ആ. അവിടെയും. ഇത് നമ്മുടെ ഇന്ത്യയിലെ അതേ സിസ്റ്റം തന്നെയാണ് അവിടെ ഉള്ളത്. ഓസ്ട്രേലിയൻ ഇലക്ഷൻ ക്യാമ്പയിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഓസ്ട്രേലിയൻ സിറ്റിസൺസാണ് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. അപ്പോൾ അവർ ഓസ്ട്രേലിയൻ ഫെഡറൽ ഇലക്ഷനിലേക്കും സ്റ്റേറ്റ് ഇലക്ഷനിലേക്കും കമ്പൽസറി ആയിട്ട് വോട്ട് ചെയ്തിരിക്കണം. ലോക്കൽ കൗൺസിലിലേക്ക് കമ്പൽസറി അല്ല, എന്നാലും നമ്മൾ പരമാവധി ആളുകളെ എൻകറേജ് ചെയ്യും വോട്ട് ചെയ്യാൻ. സ്റ്റേറ്റ് ഇലക്ഷനിലേക്കും ഫെഡറൽ ഇലക്ഷനിലേക്കും വോട്ട് ചെയ്തില്ലെങ്കിൽ ഫൈൻ ലഭിക്കുന്നതായിരിക്കും. ഇലക്ഷൻ ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ വീട് വിസിറ്റ് ചെയ്യുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വീട് വിസിറ്റ് ചെയ്ത ആളുകളോട് നമ്മളെപ്പറ്റി സംസാരിക്കുക, നമ്മളെന്താണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി. ഡോർ നോക്കിംഗ് എന്നാണ് അതിന് പറയുക. അത് ഏത് കാൻഡിഡേറ്റ് ആണെങ്കിലും വീട് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാകും. എൻ്റെ ഇലക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം ഞങ്ങൾ 5 കാൻഡിഡേറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ തദ്ദേശീയരായിട്ടുള്ള ഓസ്ട്രേലിയൻസ് ആയിട്ടുള്ള 3 പേരും ഞങ്ങൾ ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടുള്ള 2 ആൾക്കാരും. അപ്പോൾ 10,000-ലധികം വോട്ടേഴ്സ് ഉണ്ടായിരുന്നു. 11,000-ഓളം വോട്ടേഴ്സ് എൻ്റെ മണ്ഡലത്തിലുണ്ടായിരുന്നു. പരമാവധി സാധിക്കുന്ന വീടുകളൊക്കെ ഞാൻ വിസിറ്റ് ചെയ്തു. ആയിരക്കണക്കിന് വീടുകൾ വിസിറ്റ് ചെയ്ത് എന്നെപ്പറ്റിയും ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റിയും എക്സ്പ്ലെയിൻ ചെയ്യുകയുണ്ടായി. അതിന് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുടെയും മറ്റ് ആളുകളുടെയൊക്കെ സഹായം ഉണ്ടായിരുന്നു. പരമാവധി നമ്മൾ വീട് വിസിറ്റ് ചെയ്യുമ്പോൾ 1-2 ആളുകൾ മാത്രം നമ്മുടെ കൂടെ വരാറുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ മൈക്ക് കെട്ടി ജനങ്ങളെ ഒരുപാട് ആളുകളെ കൂട്ടി പോകുന്നൊരു രീതികൾ അവിടെ ഇല്ല. അത് അവർ എൻകറേജ് ചെയ്യുന്നുമില്ല. പക്ഷേ അവിടുത്തെ 1-2 ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ചും കൂടി നമ്മുടെ ജനറൽ ഇലക്ഷനിൽ ലോക്കൽ കൗൺസിലേക്കുള്ള ഇലക്ഷൻ നമുക്ക് കുറച്ചും കൂടി അധികാരങ്ങളുണ്ട്. നമ്മൾ പല കമ്മിറ്റികളിലും നമ്മൾ ഇപ്പോൾ ഈ കൗൺസിലേഴ്സിനെ ഇന്റേണൽ കമ്മിറ്റി, എക്സ്റ്റേണൽ കമ്മിറ്റികളിൽ നമുക്ക് ഭാഗമാകാം. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ അംഗമാണ്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങളിൽ മനസ്സിലാക്കാനും ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. 4 വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുപ്പ്. യെസ്. അമേരിക്കൻ സിസ്റ്റമാണോ? വർഷത്തിൽ ഒരു ദിവസം തിരഞ്ഞെടുപ്പാണോ അതോ സെപ്പറേറ്റ് ആണോ തിരഞ്ഞെടുപ്പ്? അല്ല, കൗൺസിൽ ഇലക്ഷൻ ഒരു ദിവസമാണ് ഇലക്ഷൻ ഡേറ്റ്. എല്ലാ വർഷവും ഒരു ദിവസമാണല്ലോ അമേരിക്കയിലൊക്കെ ഡേറ്റ്. ഓൾമോസ്റ്റ് ആ സെയിം ഡേ തന്നെ ആയിരിക്കും. പക്ഷേ ഇതിലൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ബാലറ്റ് വീട്ടിൽ കിട്ടും, പേപ്പർ ബാലറ്റ്. അപ്പോൾ ഒരു 2 ആഴ്ച ഇലക്ഷൻ 2 ആഴ്ച മുന്നേ ബാലറ്റ് നമ്മുടെ കയ്യിൽ കിട്ടും. പക്ഷേ ഇലക്ഷൻ ഡേറ്റ് ഒരൊറ്റ ദിവസമുള്ളൂ. ആ ഡേറ്റിൽ അന്ന് തന്നെ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ബാലറ്റുമായിട്ട് പോയി വോട്ട് ചെയ്യണം അല്ലേ? വേണ്ട, നമുക്ക് പോസ്റ്റലിൽ തിരിച്ചയക്കാം. പോസ്റ്റൽ അയക്കുകയോ അല്ലെങ്കിൽ പോളിംഗ് ഡേയിൽ നമുക്ക് ബാലറ്റ് പേപ്പറുമായി പോയി അവിടെ ഡ്രോപ്പ് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ ഇലക്ഷന് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കണ്ട. എല്ലാം ജനങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് തപാലോട്ടാ. അതെ. പക്ഷേ ഇത് സ്റ്റേറ്റ് ഇലക്ഷനിലും ഫെഡറൽ ഇലക്ഷനിലും വ്യത്യാസമുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് കൗൺസിൽ ഇലക്ഷൻ കാര്യമാണ്. ഇതിപ്പോൾ ഒരാളെ കൊടുത്തുവിടാനൊന്നും പറ്റത്തില്ല. ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ കൊടുത്തുവിടാം. കൊടുത്തുവിടാം. കൊടുത്തുവിട്ടാൽ തടസ്സമില്ല. എന്തൊക്കെ പ്രശ്നങ്ങളാണ് സാധാരണ ഡീൽ ചെയ്യാറ്? പ്രധാനമായിട്ട് അവിടെ കൗൺസിലിൻ്റെ മെയിൻ്റനൻസ്, അതാണ് ഏറ്റവും വലിയ. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം ഇവിടെ ഉള്ള വ്യത്യാസം. അത് നമ്മളൊരു പദ്ധതി തുടങ്ങിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു പാർക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് പൈസ ഇവിടെ മുടക്കും. പക്ഷെ മെയിൻ്റനൻസ് ആണ് അവിടെ അവർ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നൊരു കാര്യം. ഒരു പാർക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പാർക്ക് ഇവിടെയാണ് ചെയ്യാറേയില്ല. അവിടെ ആ മെയിൻ്റനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ദിവസം അവിടെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഇമെയിൽ വരും. അപ്പോൾ തന്നെ നമ്മൾ അതിന് ആക്ഷൻ എടുത്തില്ലെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് നയിക്കും. അതുപോലെ ഒരു ലൈറ്റ് കത്താതെ വരുമോ, അല്ലെങ്കിൽ റോഡിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഫിക്സ് ചെയ്യേണ്ടതായിരിക്കുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ജെന്യുവൻ ആയിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ നമ്മളത് അവരെ ഇൻഫോം ചെയ്യണം, ഇന്ന കാരണം കൊണ്ടാണ് നടപടി എടുക്കാത്തതെന്ന്. പക്ഷേ പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ട്രേറ്റ് അവേ ഫിക്സ് ചെയ്യും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആളുകൾ കറക്റ്റായിട്ട് പ്രതികരിക്കും, സ്ട്രേറ്റ് അവേ പ്രതികരിക്കും. നമുക്ക് ഇമെയിൽ വിടും, നമ്മൾ ഇമെയിലിന് റെസ്പോണ്ട് ചെയ്തിരിക്കണം. അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്വമാണ്. നമ്മളെ ഈ റോളിൽ ഇരുത്തിയതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ആക്ട് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് ചോദ്യങ്ങൾക്കിടയാക്കും. ഈ കേരളത്തിലെ പോലെ തന്നെ അവിടെ കൃഷികളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന കുറേ വീഡിയോസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. യെസ്. അപ്പം അതിപ്പോൾ ഇവിടെ മിസ്സായതുകൊണ്ടാണോ ഈ ചേനയും ചേമ്പും സാധനങ്ങളൊക്കെ അവിടെ? ആയിരിക്കാം തീർച്ചയായിട്ടും. ഞാനും അത് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കവിടെ ഫാമുകൾ മേടിക്കാം. ഫാമുകൾ കാരണം നിങ്ങൾക്കറിയാം ഓസ്ട്രേലിയ വലിയൊരു രാജ്യമാണ്. വളരെ ചെറിയ ഭാഗത്ത് മാത്രമേ ജനങ്ങൾ താമസിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം empty ആയിട്ട് കിടക്കുകയാണ്. അപ്പം അതിൽ ഭൂരിപക്ഷം മരുഭൂമിയാണ്. എന്നിരുന്നാൽ തന്നെ ഫാമുകൾ നമുക്ക് മേടിക്കാം, ആ ഫാം കൃഷി ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പുറകിൽ തന്നെ നമുക്ക് കൃഷികൾ നമ്മുടെ അത്യാവശ്യം മലയാളികളെല്ലാം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് സ്വന്തമായിട്ട് വീടുള്ള എല്ലാവരും തന്നെ, അല്ല വാടകയ്ക്കാണെങ്കിലും നമുക്ക് ചെയ്യാം.
എനിക്ക് തോന്നുന്നത് ഒരു 90% ആളുകളും എന്തെങ്കിലുമൊക്കെ കൃഷികൾ, പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ വീടുകളിലുള്ള സാധനമാണ് കരിവേപ്പില. കാരണം കരിവേപ്പില നമ്മുടെ ഒരു സാധനമാണല്ലോ. അപ്പോൾ ആ കരിവേപ്പില ഉണ്ടാകും, അതുപോലെ മുളക്, ഇങ്ങനെയുള്ള സാധനങ്ങൾ അവിടെ കടയിൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാധനമാണ്. കരിവേപ്പില മുളകൊന്നും കടയിൽ മേടിക്കാൻ അത് ഇന്ത്യൻ കടകളുണ്ടാവും, അല്ലാതെ ഓസ്ട്രേലിയൻ ഷോപ്പുകളിൽ അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ മറ്റ് ഇപ്പോൾ വാഴ, അതുപോലെ എല്ലാ പേരയ്ക്ക, അങ്ങനെയൊക്കെ എല്ലാം നമ്മുടെ ഓസ്ട്രേലിയയിൽ ലഭ്യമല്ലാത്ത പല സാധനങ്ങളും ഇപ്പോൾ അവിടെ ലഭിച്ചു തുടങ്ങി. ഓസ്ട്രേലിയയിൽ നമുക്ക് പ്രത്യേകിച്ച് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ഒരുപാട് ഫ്രൂട്ട്സ് അവൈലബിൾ ആണ്. നല്ല മാംഗോ, അതുപോലെ ആപ്പിള് ഒക്കെ നല്ല രീതിയിൽ അവിടെ ഉണ്ടാകുന്നുണ്ട്. ലേബർ ഭയങ്കര കോസ്റ്റ് ഉണ്ട്. യെസ്, ലേബർ കോസ്റ്റ് വളരെ കൂടുതലാണ് അവിടെ. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ ഇപ്പോൾ ഫ്രൂട്ട് പിക്കിങ്ങിനായിട്ട് പ്രത്യേക ഒരു വിസ തന്നെയുണ്ട്. ഇപ്പോൾ ആ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം വന്ന് അങ്ങനെയുള്ള ജോലികൾ ചെയ്ത് തിരിച്ചു പോകാനായിട്ട് ആളുകളെ വെൽക്കം ചെയ്യുന്ന ഒരു സിസ്റ്റം അവിടെയുണ്ട്. ലേബർ പ്രത്യേകിച്ച് പരമാവധി അവർ എല്ലാ മേഖലയിലും യന്ത്രങ്ങളെ ഉപയോഗിച്ച് തുടങ്ങി. കാരണം ലേബർ കോസ്റ്റ് വളരെ കൂടുതലാണ്. റിവേഴ്സ് മൈഗ്രേഷൻ്റെ സാധ്യത എത്രത്തോളം കാണാം? ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ അതിനൊരു സാധ്യത വലിയ രീതിയിൽ കാണുന്നില്ല. കാരണം ഓസ്ട്രേലിയയിൽ വന്ന് സെറ്റിലായ ആളുകൾ ഇനി നാട്ടിൽ വന്ന് ജീവിക്കുക എന്നുള്ളത് അറ്റ് പ്രസൻറ്റ് ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്കത് തോന്നുന്നില്ല. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല നാളെ എന്താണ് സംഭവിക്കുക എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഇന്ത്യയുടെ ഒരു കറൻസി വാല്യൂ ഒക്കെ ചിലപ്പോൾ ഫ്യൂച്ചറിൽ കൂടാനുള്ള സാധ്യത, അതുപോലെ ഡെവലപ്മെന്റ്സ് ഇവിടെ ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷെ വൺസ് അവിടെ വന്ന് സെറ്റിലായ ആളുകളെ സംബന്ധിച്ച് ഒരുപാട് തിരിച്ചിങ്ങോട്ട് വരിക ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് കാലാവസ്ഥ ഒരു ഘടകമാണ്. കാരണം നമ്മൾ അവിടുത്തെ കാലാവസ്ഥയുമായിട്ട് നമ്മുടെ ശരീരം അതുമായിട്ട് നമ്മൾ യോജിച്ച് പോകുമ്പോൾ, അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ നമ്മൾ പരിചയമുള്ള ആളുകൾ ഇവിടെ വളരെ കുറവായിരിക്കും. പണ്ടൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ വീടുകളും തന്നെ ഇപ്പോൾ എല്ലാവരും വിദേശത്താണ്. അതുപോലെ നമ്മുടെ നാടുകളിലാണേലും ആളുകൾ വളരെ കുറവായതുകൊണ്ട് പരിചയമുള്ള ആളുകളുടെ ദൗർബല്യം അതൊരു ഘടകമായിട്ട് മാറും. ഓക്കെ, എന്തായാലും ടോണിയായിട്ടുള്ള സംസാരം വേറിട്ടൊരു അനുഭവമായിരുന്നു. താങ്ക് യു. ഓസ്ട്രേലിയയിലെ ഒരു കൗൺസിലിൽ ജനപ്രതിനിധിയായി ഇരിക്കുന്ന താങ്കളുടെ കാഴ്ചപ്പാടും താങ്കളുടെ നിരീക്ഷണമൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഞങ്ങൾക്കുള്ള ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. താങ്ക് യു. ഇവിടുന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ചെറിയ ഇൻഫർമേഷനെങ്കിലും അങ്ങയുടെ ഈ പോഡ്കാസ്റ്റിൽ നിന്ന് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. നമസ്കാരം. 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 This video is powered by Chemmannur International Jewelry.